മഠമെന്നും ജനങ്ങൾക്കൊപ്പം. ശാന്തിമഠം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. കോൺടാക്ട് 9349256254. താന്ത്രിക ക്രിയകളിലും കേരളീയ ക്ഷേത്രങ്ങൾ തനിമ നിലനിർത്തുന്നുണ്ട്. ദേവചൈതന്യം പുനഃസ്ഥാപിക്കുവാനുള്ള നവീകരണ കലശം സമഗ്രവും ശാസ്ത്രീയവുമായി അനുഷ്ഠിക്കുന്നത് കേരളീയ താന്ത്രികതയുടെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഹോമകർമ്മങ്ങൾക്കിടയിലുള്ള ഗണപതി നൈവേദ്യവും തികച്ചും കേരളീയമായ താന്ത്രിക രീതിയാണ്. ഭാരതീയ തന്ത്രശാസ്ത്രത്തിന് കാശ്മീരം, വംഗം, കേരളം എന്ന 3 കൈവഴികളാണ് ഉള്ളത്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം എന്നീ മകാര പഞ്ചക സ്പർശമില്ലാത്ത താന്ത്രിക രീതിയാണ് ഒട്ടുമിക്ക കേരളീയ ക്ഷേത്രങ്ങളിലും അനുവർത്തിക്കുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് പ്രകൃതി സൗഹൃദപരമായ വാസ്തുവിദ്യാ ശൈലിയിൽ രൂപം കൊണ്ട കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ നഗരമെന്ന ക്ഷേത്ര നിർമ്മാണ രീതി പിന്തുടർന്നവയാണ്. കേരളീയ ക്ഷേത്ര ആചാരങ്ങളോടനുബന്ധിച്ച് ബൃഹത്തായ ഒരു അനുഷ്ഠാന കലാപാരമ്പര്യം ഉടലെടുത്തിട്ടുണ്ട്. ദേശത്തിന്റെ സാംസ്കാരിക തനിമയ്ക്ക് നിദർശനങ്ങളാണവ. ദേവനെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്ത്രി ചെല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയിലിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാ ദേവ പ്രത്യഹം പരിവർദ്ധയ മാ ഭൂൽ പ്രജാവിരോധോസ്മിൻ യജമാനഃ സമൃദ്ധ്യതാം സഭൂപാലം തഥാ രാഷ്ട്രം സർവോപദ്രവവർജിതം ക്ഷേമേണ വൃദ്ധിമതുലാം സുഖമക്ഷയമശ്നുതാം പൂജാം ഗൃഹാണ സതതം മാമുദ്ധര നമോസ്തുതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങിവിടെ കുടികൊണ്ടാലും ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് കുടികൊണ്ടാലും എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഇതിനർത്ഥം. സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ. ദിവസം തോറും ആ ചൈതന്യം ഇങ്ങനെ വർദ്ധിച്ചിട്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹ വർഷം ചൊരിയട്ടെ. മാ ഭൂൽ പ്രജാവിരോധോസ്മിൻ യജമാന സമൃദ്ധിത. യജമാനം എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തൊക്കെ രാജാക്കന്മാർ പിന്നെ ജന്മിമാരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ ആ പണ്ടുകാലത്ത് ക്ഷേത്രം നിർമ്മിക്കുക. പല്ലവ, ചോള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജാക്കന്മാർ, അവന്മാർ വലിയ വലിയ ആഢ്യ നമ്പൂതിരിമാരൊക്കെയാണ് പണ്ടുകാലത്ത് ക്ഷേത്രം നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ആ ഊരാളൻ്റെ സമൃദ്ധി. സഭൂപാലം, രാജാവ്, രാജ്യത്തിനെ ഭരിക്കുന്ന അന്നൊക്കെ രാജാവല്ലേ ഉള്ളൂ. സഭൂപാലം തഥാരാഷ്ട്രം, ആ രാഷ്ട്രത്തിന് മുഴുവനായിട്ട്. ഗ്രാമായ യജമാനായ ഗുരവേസ്മൈ ഗൃഹായച, ഗ്രാമത്തിനായിക്കൊണ്ട്, ഗുരുവിനായിക്കൊണ്ട്, യജമാനന്മാരായിക്കോട്ടെ, ഭക്തന്മാരായിക്കൊണ്ട് ഇവർക്കൊക്കെ നല്ലത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത്. യജ്ഞശാലയോടുള്ള സാദൃശ്യം കൊണ്ടും യോഗശാസ്ത്രപരമായി മനുഷ്യ ശരീരത്തോടുള്ള സാമ്യം നിമിത്തമായും കേരളീയ ക്ഷേത്രങ്ങൾ കേരളീയേതര ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തത പുലർത്തുന്നു. യജ്ഞത്തിൽ നിന്ന് ബിംബാരാധനയിലേക്ക് മാറിയിട്ടും യജ്ഞതത്വങ്ങളുടെ സാരാംശത്തെ ചോർന്നു പോകാതെ പരിരക്ഷിക്കുവാൻ കേരളീയ ക്ഷേത്ര ആചാരങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാണ്ഡകാരമായ പ്രപഞ്ചത്തിന്റെയും പിണ്ടാണ്ഡകാരമായ മനുഷ്യ ശരീരത്തിന്റെയും
പഞ്ചഭൂതാത്മകമായ തത്വങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് കേരളീയ ക്ഷേത്ര സങ്കല്പം. പൗരാണിക ശാസ്ത്രങ്ങളുടെയും അനുഷ്ഠാന കലയുടെയും സാഹിത്യത്തിന്റെയും ഉൽപ്പത്തിയും വികാസവുമായി ഇഴചേരുന്ന കേരളീയ ക്ഷേത്ര സംസ്കൃതിയിലേക്കുള്ള ഒരു പ്രവേശകമായി ഈ എപ്പിസോഡ്